ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭാരാധനയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് അവസരം ഒരുക്കും. ഈ മാസത്തിന്റെ ആരംഭ ആഴ്ചയാണല്ലോ. ദൈവമായ കർത്താവ് ആരോഗ്യത്തോടായി എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, അതുപോലെ ഇന്ന് പുതുതായി നമ്മുടെ മധ്യേ പാസ്റ്റർ സാം കുഞ്ഞു കൊട്ടാരക്കര കുടുംബമായി നമ്മുടെ മധ്യയായിരിക്കുന്നു. അതുപോലെ പുതുതായി വന്ന് ചേർന്നാൻ പറ്റ അനേകരുണ്ടാകാം. എല്ലാവരുടെയും പേരറിയില്ല. അവരെല്ലാം പ്രത്യേകം സ്വാഗതവും വന്ദനവും ചെയ്യുന്നു. ചില ദിവസങ്ങൾക്ക് ഒരു മാസത്തിന് ശേഷം നമ്മുടെ ജയമോഹൻ സാർ ആരോഗ്യത്തോടെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് ഈ സങ്കീർത്തനം ദൈവാത്മാവിന്റെ പ്രേരണയാൽ ഇവിടെ വായിക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവം കൃപ നൽകുന്നു. ദാവീദിന്റെ ഒരു സ്തോത്ര സങ്കീർത്തനമാണ് ഈ 145-ാം സങ്കീർത്തനം. അതിന്റെ ആരംഭവാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾ തോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവേ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെ ഞാൻ ധ്യാനിക്കും. എത്ര മനോഹരമായ പരിശുദ്ധാത്മാവിന്റെ വചന ചിന്തകളാണ് ദാവീദ് ഇവിടെ അതേ സംസാരിച്ചിരിക്കുന്നത്. ദാവീദ് ആരാണ്? ഒരു രാജ്യത്തിന്റെ രാജാവാണ്. അപ്പോൾ തന്നെ രാജാവ് പറയുകയാണ്, എൻ്റെ രാജാതി രാജാവ് ഉയരത്തിലുണ്ട്, എൻ്റെ രാജാവ് മഹാരാജാവാണ്. ഹല്ലേലൂയ! ആ ദൈവത്തെ ഞാൻ പുകഴ്ത്തും. മഹാരാജാവായ ദൈവത്തെ മാത്രം പുകഴ്ത്തുമെന്നല്ലേ അവിടെ കാണുവാൻ കഴിയുന്നത്. ദാവീദിനെയാണ് ആരംഭത്തിൽ അവിടെ പറയുകയാണ്. ദാവീദ് മനുഷ്യനെ അല്ല പുകഴ്ത്തുന്നത്, ദൈവത്തെ പുകഴ്ത്തുന്നു. ഹല്ലേലൂയ! അവിടുന്ന് എന്റെ രാജാവാ, അവിടുന്ന് എന്റെ ദൈവമാ, അവിടുന്ന് വലിയവനാ, അവിടുന്ന് അത്ഭുതവാനാ. രാജാവ്, ആമേൻ ആമേൻ ആമേൻ. രാജാതി രാജാവിനെ പുകഴ്ത്തുകയാണ്. ദാവീദിന് ഒട്ടനവധി നന്മകൾ ദൈവം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ദാവീദിന് ഒരു കാര്യം അറിയാം: ഈ രാജാവിനെ മാത്രമേ എനിക്ക് പുകഴ്ത്തുവാൻ കഴിയുകയുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസീദാസന്മാരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രയോ നന്മകൾ ദൈവം തന്നത് ഇന്നിവിടെ വായിച്ചതുപോലെ അന്ന് ധ്യാനിച്ച് ദൈവത്തെ ഒന്ന് പുകഴ്ത്തുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ! ഓരോ നിമിഷം ഓരോ ദിവസവും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ പുകഴ്ത്തി അവിടുത്തെ വചനത്തെ ധ്യാനിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ധന്യഹേ എന്ന് ഹിന്ദിയിൽ പറയും. അതേ ഭാഗ്യവാന്മാരാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ! ഈ വചനം കേൾക്കുന്ന നമുക്കും ദൈവം എത്രയോ നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. എന്നാൽ ഇതിന്റെ എല്ലാ വാക്യങ്ങളിലേക്കും സമയത്തിന്റെ പരിമിതി നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഞാൻ പോകുന്നില്ല, എല്ലാ വാക്യങ്ങളിലേക്കും പോകുന്നില്ല. ഈ സങ്കീർത്തന ധ്യാന വാക്യമായിട്ട് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ച ഒരു വചനചിന്ത നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രവേശിക്കാം, വായിക്കാം. 14-ാം വാക്യം വായിച്ചാൽ: വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും അവൻ നിവർത്തുന്നു. മതി. വീഴുന്നവരെയൊക്കെയും യഹോവ എന്ത് ചെയ്യുന്നു? താങ്ങുന്നു. കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും ദൈവം എന്ത് ചെയ്യുന്നു? നിവർത്തുന്നു. രണ്ട് കൂട്ടരാണ് ആമേൻ ഇവിടെ കാണുവാൻ കഴിയുന്ന. ഒന്ന് വീഴുന്നവർ, രണ്ട് കുനിഞ്ഞിരിക്കുന്നവർ. ഹല്ലേലൂയ! കുനിയുന്നവർ. ഹല്ലേലൂയ! എന്നാൽ വീഴുന്നവരെ എൻ്റെ കർത്താവ് താങ്ങുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കഴിഞ്ഞ നാളുകളിൽ വീണുപോയ സാഹചര്യങ്ങളില്ലേ? ശത്രു നമ്മെ വീഴുവാൻ തക്കവണ്ണം തള്ളിയില്ലേ? യഹോവ താങ്ങിയില്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. നിന്റെ വീഴ്ച കാണുവാൻ, നീ കുനിയുന്നത് കാണുവാൻ ശത്രു ആഗ്രഹിച്ച സ്ഥാനത്ത് എന്റെ ദൈവം നിന്നെ നിർത്തിയ ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ!
അപ്പോൾ വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു. ആമേൻ. നീ വീഴുവാൻ തുടങ്ങുമ്പോൾ താങ്ങുന്ന ഒരു കരമാ യഹോവയുടെ കരം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 26 മുതൽ വായിക്കുമ്പോൾ യെശൂരിന്റെ ദൈവത്തെ പോൽ ഒരുത്തനുമില്ല. ഓ ഹല്ലേലൂയ. നിന്റെ സഹായത്തിനായി ആകാശത്തൂടെ മേഘാരൂഢനായി തന്റെ മഹിമയോടെ വരുന്നു പുരാതനായ ദൈവം. നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജമുണ്ട്. ഒരു താങ്ങുന്ന കരമുണ്ട് അമ്മച്ചി, താങ്ങുന്ന കരമുണ്ട് അപ്പച്ച. അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പല നിലയുള്ള വീഴ്ചകൾ വരാൻ കേട്ടോ. പല നിലയുള്ള വീഴ്ചകൾ വന്ന് വീഴാം. അത് ശാരീരികമായ രോഗത്താലുള്ള ക്ഷീണം കൊണ്ട്, ബലക്ഷയം കൊണ്ട് വീഴാം. നടന്നു പോകുമ്പോൾ കല്ലിൽ തട്ടി വീഴാം. അത് ഒക്കെ വീഴുന്ന ഒരു അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ താങ്ങുന്ന ഒരു കരം. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, മിടുക്കല്ല, നിന്നെ താങ്ങിയത് കൊണ്ടാ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. താങ്ങിയത് കൊണ്ടാ കേട്ടോ. പ്രാർത്ഥനയുടെ പിൻബലം അതിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാ. ആരൊക്കെയോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, നീ കർത്താവിന് വേണ്ടി നിന്നത് കൊണ്ട് നിന്നെ താങ്ങിയതാ. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് കുനിയ. ഹല്ലേലൂയ. ഇതിലൊക്കെ ഉപരി ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വീണുപോകാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 12-ാം വാക്യത്തിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വീഴുവാൻ തക്കവണ്ണം ശത്രു തള്ളും. പിശാച് എപ്പോഴും കൂടെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരെ, നിങ്ങളുടെ കൂടെ പിശാചുണ്ട് നിങ്ങളെ തള്ളിയിടുവാൻ. എന്നാൽ നീ തീരുമാനമെടുക്കണം, ഞാൻ വീഴുന്നവരുടെ കൂട്ടത്തിലല്ല. എന്റെ ദൈവത്താൽ ഞാൻ വീഴാതെ നിൽക്കും. ആ കൃപ എന്റെ മേൽ ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് അനേകർ വീണുകൊണ്ടിരിക്കുകയാണ്. വീണുപോയൊരു പോർക്കളത്തിലാണ്. എത്രയോ ഭക്തന്മാർ വീണുപോയൊരു പോർക്കളത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പുകഴുവാനല്ല, കർത്താവിന് പുകഴുവാനേ കഴിയും. കർത്താവിന് പുകഴ്ച കൊടുത്തോണേ. കർത്താവ് നമ്മെ ഓർക്കുന്നതാ, കർത്താവ് നമ്മെ താങ്ങുന്നതാ. ഹല്ലേലൂയ. ശത്രുവായവളെ, ഞാൻ വീണു എങ്കിലും എഴുന്നേൽക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. അവൻ എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ താങ്ങും. ഞാൻ ഇരുട്ടത്തിരുന്നാലും എന്റെ ദൈവം എനിക്ക് വെളിച്ചമായി വരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബലം കുറയുമ്പോൾ വീണു പോകാം. ആമേൻ, ആമേൻ. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഈ ഗലാത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ, ആമേൻ, ധന്യനായ പൗലോസ് ഗലാത്യ സഭയെ നോക്കി അത് 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവർ കൃപയിൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ. അവർ കൃപയിൽ നിന്ന് വീണുപോകാൻ കാരണം അവര് യേശുവിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ഓ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയപ്പോൾ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാര്? ഈ ദിവസങ്ങളിൽ അനേകര് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ അടിമനുഖത്തിൽ പിന്നെയും കൊണ്ട് അവർ വീണു പോകുമ്പോൾ ദൈവമൈതലേ, നീ വീഴാതിരിക്കുന്നത്, നീ തളർന്നു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുമ്പോൾ തന്നെ കാണിച്ചിരിക്കെ ഹല്ലേലൂയ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാര്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരെ, ഹല്ലേലൂയ, വീഴുവാൻ തക്കവണ്ണം പിശാച് തള്ളും. എന്നാൽ താങ്ങുന്ന ഒരു കരം, നിന്നെ സഹായിക്കുന്ന ഒരു കരമുണ്ട്. അതിന് നിന്റെ ഭാഗത്തും നീ ആമേൻ ഹല്ലേലൂയ ചില സമർപ്പണങ്ങൾ വേണമെന്ന്. ആമേൻ. സമർപ്പണം, ഒരു വിധേയത്വം. എന്നെ താങ്ങുന്ന ഒരു കരം എനിക്ക് കൂടെ വരണമെങ്കിൽ എന്നിലൂടെ ചിലത് ദൈവം പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. ചുമ്മാതങ്ങ് താങ്ങത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ആർക്കെല്ലാം വീഴ്ച വരാം, ആമേൻ, കർത്താവ് താങ്ങാൻ കഴിയാത്ത അനുഭവത്തിൽ തകർന്നു പോകാം എന്നുള്ളത് ഞാൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണയാല് കഴിഞ്ഞ രാത്രികാലം സദൃശവാക്യങ്ങളിലൂടെ ഒന്ന് പോയി. സദൃശവാക്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആമേൻ ആർക്കെല്ലാം വീഴ്ച വരാം എന്നുള്ള ഭാഗം എന്നെ വളരെ ആമേൻ ഹൃദയ സ്പർശിച്ചു. ആമേൻ. ആ ഭാഗങ്ങളിലേക്ക് 5 കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു.
സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം 32-ാം വാക്യം 1-ാമത് വാക്യം. ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു. ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ എന്ത് സംഭവിക്കുന്നു? വീഴ്ച വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദുഷ്പ്രവർത്തിക്കാരൻ വീണു പോകും. അടുത്ത വാക്യം. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. മരണത്തിലും പ്രത്യാശയുണ്ട്. അപ്പോൾ നമുക്കറിയാം ദുഷ്ടൻ തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നുണ്ട്, ദുഷ്പ്രവർത്തിക്കാരൻ വീണു പോകും, യഹോവ അവനെ താങ്ങുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതാണ് ആസാഫ് ഒരിക്കൽ പറഞ്ഞല്ലോ 73-ാം സങ്കീർത്തനത്തിലെ 18-ാം വാക്യത്തിൽ, നിശ്ചയമായും ദുഷ്ടൻ എവിടെ കൂടെ നടക്കുന്നത്? വഴിവഴിപ്പിൽ കൂടെ. ഏത് സമയവും അവൻ വീഴാം, നിലം പരിചാകാം, വീണാൽ എഴുന്നേൽക്കുകയില്ലെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. കാണുവാൻ കഴിയുന്നത്. ആമേൻ. 36-ാം സങ്കീർത്തനം 12-ാം വാക്യം ഒന്ന് വായിച്ച 36-12. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു. അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല. അവർ മറിഞ്ഞു വീണാൽ പിന്നെ എഴുന്നേൽക്കുവാൻ കഴിയുകയില്ല. ആമേ. രണ്ടാമത് സദൃശ്യവാക്യങ്ങളിലൂടെ കണ്ണോടിച്ചപ്പോൾ അതേ 16-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിച്ച്. സദൃശ്യവാക്യങ്ങൾ 16-18. നാശത്തിന് മുമ്പേ ഗർവം, നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം. നോക്കിയേ, അപ്പൊ ഉന്നത ഭാവമുള്ളവർ വീഴും. ഹല്ലേലൂയ. ആമേ. ആമേ. ഞാൻ ആ വലിയവൻ എന്നുള്ള ഭാവമുണ്ടല്ലോ, ആമേ ആമേ, അവരധികം നാള് മുന്നോട്ട് പോകുകയില്ല, വീഴാൻ സാധ്യതയുണ്ട്. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഭയിൽ ആരും ഉന്നത ഭാവമുള്ളവരില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുകയാണ്. ഹല്ലേലൂയ. അതേ, നാശത്തിന് മുൻപേ ഗർവമാണ്, വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നതഭാവമാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എന്ന് കാണുവാൻ കഴിയാതെ ഉന്നത ഭാവമുള്ളവർ വീഴും. എന്നാൽ യഹോവ അവിടെ താങ്ങുമെന്ന് പറയുന്നില്ല കേട്ടോ. ദൈവം താങ്ങുന്നത് തന്റെ വിശുദ്ധന്മാരെയാ. ഹല്ലേലൂയ. ദൈവം താങ്ങുന്നത് മനം തിരിയുന്നവരെയാ. ദൈവം താങ്ങുന്നത് ദൈവവചനത്തിന് മുമ്പ് വിധേയപ്പെടുവാൻ മനസ്സുള്ളവരെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ് ദൈവം താങ്ങുന്നത്. ദൈവത്തെ അറിയുന്നവരെയാണ് ദൈവം താങ്ങുന്നത്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദൈവ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഹല്ലേലൂയ, മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് കാണുവാൻ കഴിയുന്നത് ആർക്കാണെന്ന് അറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്നവന്, ദൈവത്തെ അനുസരിക്കുന്നവന്, ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നവനാ. മൂന്നാമത്, ഇതിനൊക്കെ ഒത്തിരി വിവരണങ്ങൾ പറയുവാനുണ്ടെങ്കിലോ, മൂന്നാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വാക്യം, സദൃശ്യവാക്യം 7-ാം അധ്യായം 26-ാം വാക്യമാണ്. 7:26. അവൾ വീഴ്ച ഹതന്മാർ അനേകർ. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ. അടുത്തത്, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടം. അപ്പോൾ അവൾ വീഴിച്ച ഹതന്മാർ. അതിന്റെ മുകളിലോട്ട് നിങ്ങൾ ഇപ്പൊ വായിക്കേണ്ട, വീട്ടിൽ പോയിരുന്നു വായിച്ചാൽ മതി. നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളാണ്. വലിയൊരു കൂട്ടം. അതെ, അവൾ വീഴിച്ചിട്ടുണ്ട്. ആരാണ്? പരസ്ത്രീയുമായുള്ള ബന്ധം. അവൾ പാതാളത്തിലേക്ക് വഴിയായി വിടുന്നവളാണ്, മരണത്തിലേക്ക് കൊണ്ടുപോകുന്നവളാണ്. അതിന് 27-ാം വാക്യം വായിച്ച്. 27-ാം വാക്യം. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു. അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത് നമ്മൾ കാണുകയാണ്, അവൾ വീഴിക്കുന്ന ഹതന്മാർ അനേകരാണ്. ഞാൻ വിവരിക്കുന്നില്ല. നാലാമതായി സദൃശ്യവാക്യം 26-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാൽ, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. അതെ, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. അപ്പോൾ വീഴുന്നവരെ താങ്ങുന്നൊരു ദൈവമാണെങ്കിൽ താങ്ങുവാൻ കഴിയാതെ ദൈവം മാറി നിൽക്കും കേട്ടോ. അത് ആരാന്നറിയാമോ? കുഴി കുഴിക്കുന്നവർ, അവർ അതിൽ തന്നെ വീഴുമെന്ന്. അടുത്തത്, കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. അപ്പോൾ കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർ, ചതിക്കുന്നവർ കുഴിയിൽ തന്നെ വീഴും. നാടൻ ഒരു പറച്ചിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ വീഴും. ആമേൻ. നമുക്കറിയാം ഹാമാനെ, പാവപ്പെട്ട മോർദെഖായി, കർത്താവിനെ സേവിക്കുന്ന മോർദെഖായിക്ക് വേണ്ടി കഴുമരം ഒരുക്കിയതാ. എന്നാൽ കഴുമരത്തിൽ തൂക്കപ്പെട്ടത് ഹാമാൻ തന്നെ തൂക്കപ്പെട്ടില്ലേ? ഹല്ലേലൂയ. ഒരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിച്ച എസ്തേറിന്റെ പുസ്തകം 6:13. സേരസ് തന്റെ ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് വായിക്കാമോ? 6:13 വായിച്ചാട്ടെ. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസിനോട് തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരസും അവനോട്
മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. വീഴുക എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. ഇവിടെ ഇതാ ദുഷ്ടൻ വീഴുവാൻ തുടങ്ങി, കെണിയൊരുക്കുവൻ വീഴാൻ തുടങ്ങി, കുഴി കുഴിക്കുവാൻ തുടങ്ങിയവൻ വീഴുവാൻ തുടങ്ങി. അവൻ അടുത്ത വാക്യം, അവൻ യഹൂദിയ വംശനാകുന്നു, യഹൂദിയ വംശക്കാരനാകുന്നു, എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. യഹൂദ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ, വേർപെട്ടവൻ, ആരാധിക്കുന്നവൻ, ദൈവ കൽപ്പന അനുസരിക്കുന്നവൻ. ഹല്ലേലൂയ. അവനെ താങ്ങുന്ന ഒരു കരമുണ്ട്. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്ട് താങ്ങുന്ന ഒരു കരം ആർക്കാണുള്ളത്? അവൻ സ്തുതിക്കുന്നവനാ, ആരാധിക്കുന്നവനാ. അവൻ ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരാതെ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നവനല്ല, അവൻ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുന്നവനല്ല, മറ്റു പലതിനും പോകുന്നവനല്ല. ആരാധനയെ ഉപേക്ഷയായി വിചാരിക്കാതെ സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നു എന്ന് കർത്താവ് പറഞ്ഞ ആ ആരാധനയ്ക്ക് പങ്കുകൊള്ളുന്ന, വേർപാടിന് വേണ്ടി നിൽക്കുന്ന നിനക്ക് ആമേൻ അവൻ താങ്ങും. നിന്റെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ, സ്തുതിക്കുന്നവന്റെ മുൻപിൽ ഹല്ലേലൂയ, നിന്റെ ശത്രു വീഴും. Praise the Lord. Hallelujah. അഞ്ചാമത് സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിച്ചേ. 28-18. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും, നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നടപ്പിൽ എന്തുണ്ടാകരുത്? വക്രതയുണ്ടാകരുത്. വക്രനോട് ദൈവം വക്രനാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ നടപ്പിൽ വക്രതാ മനോഭാവം വെച്ച് പുലർത്തുന്നവന് ഏതു സമയം വീഴും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ദാസന്മാരെ, ഹല്ലേലൂയ, 5 കാര്യങ്ങൾ ഇവിടെ പറയുവാനിടയായി. മറ്റു ഭാഗങ്ങളൊക്കെ ഉണ്ടാകാം. ഞാൻ ആ സദൃശവാക്യങ്ങളുടെ മാത്രമാണ് ഇവിടെ എടുത്തത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വീഴാതെ വണ്ണം യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന ഒരു യേശുവുണ്ട്. ആ കർത്താവ് നിന്നെ വീഴാതെ സൂക്ഷിച്ചു, നിന്റെ തലമുറയെ വീഴാതെ സൂക്ഷിച്ചു, നിന്റെ കുടുംബത്തെ വീഴാതെ സൂക്ഷിച്ചു. അത് വീഴാതെ വണ്ണം ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ഹല്ലേലൂയ. ആമേൻ. ആ അറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം കേട്ടോ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു. ഹല്ലേലൂയ. 118-ാം സങ്കീർത്തനം 13-ാം വാക്യമാ. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞു, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ആമേൻ. രണ്ടാമത് ഈ ഭാഗത്ത് നമ്മൾ വായിച്ച ഭാഗത്ത് കാണുവാൻ കഴിയുന്നത് കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ ആമേൻ കുനിഞ്ഞിരിക്കുന്നവര്, നീ ഏത് വിഷയത്തിലാ കുനിഞ്ഞു പോയത്? സാമ്പത്തിക വിഷയമാണോ? തലമുറയോടുള്ള വിഷയമാണോ? അല്ല, നിന്നെ കുറിച്ച് ഹല്ലേലൂയ വേണ്ടാത്തത് പറയുമ്പോൾ നിന്റെ ഹൃദയം നൊന്ത് നീ കുനിയാൻ തുടങ്ങിയോ? കുനിയണ്ട. നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരുവനുണ്ട്. നിനക്ക് വേണ്ടി മാനിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. 18 വർഷം കൂനിയായ ഒരു സ്ത്രീ, ആ പ്രിയ ദൈവദാസി എന്നും ആലയത്തിൽ വരുമായിരുന്നു. അപ്പൊ ആലയത്തിൽ വരുന്നവർ ഒരു ദിവസം വിടുതലുണ്ട്. അവിടെ കൂന എന്റെ ദൈവം മാറ്റിയെങ്കിൽ ചില കുനിഞ്ഞിരിക്കുന്ന അനുഭവം ദൈവം എടുത്തു മാറ്റാൻ പോവുകയാ. ചില കുനിയുന്ന അനുഭവം ദൈവം എടുത്തു മാറ്റാൻ പോവുകയാ. നിന്റെ ദേശത്ത് നിന്നെ നിവരെ നിർത്തുവാൻ ദൈവം ഹല്ലേലൂയ അവിടുന്ന് ആഗ്രഹിക്കുകയാ. അപ്പോൾ വീഴുന്നവരെ താങ്ങുന്നത് നമുക്കറിയാമല്ലോ. വീഴ്ച, ആമേൻ, ഒരു ദുഷ്ടൻ വീഴ്ച, അത് ഭയങ്കര വീഴ്ചയായിരിക്കും. മത്തായി സുവിശേഷത്തിലുണ്ടല്ലോ 7-ാം അധ്യായത്തില് അവൻ 2 വീട്, 2 നോക്കിയാ ഒരുപോലെ ഇരിക്കും. ഒന്ന് മണലിൽ മേലാ വെച്ചത്, മറ്റൊന്ന് ആ പാറമേൽ അടിസ്ഥാനമിട്ട് പണിതതാ. കുറച്ച് അടിസ്ഥാനമൊക്കെ ഇടണമെങ്കിൽ കുറച്ച് സമയമൊക്കെ പിടിക്കും, കുറച്ച് ഒത്തിരി പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും, കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഈ എളുപ്പ വഴി ചിലർ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എങ്ങനെയെങ്കിലും വിടുതൽ മതി, നമ്മളും വന്ന് ആരാധിക്കണം, ഈ അടിസ്ഥാന ഉപദേശങ്ങളൊന്നും വേണ്ട. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാ, ചില നിന്ദകളുള്ളതാ. എന്നാൽ ഒരു ദിവസം കാറ്റടിക്കും, ഒരു ദിവസം നദി
പൊങ്ങും, ഒരു ദിവസം ഹല്ലേലൂയ ഓ വെള്ളം അലയ്ക്കും. എന്നാൽ രണ്ടിന്റെ മേലും അലച്ചപ്പോൾ ഹല്ലേലൂയ ബുദ്ധിയുള്ളവൻ പണിത വീട് നിലനിന്നു, മറ്റവന്റെ വീഴ്ച വലുതായിരുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ വീഴുന്ന അത് വലിയ വീഴ്ചയായിട്ട് കാണുമ്പോഴാണ് മനസ്സിലായത് ഇവൻ ഒരു കപട ക്രിസ്ത്യാനിയായിരുന്നെന്ന്. ഒരു സത്യവിശ്വാസിയുടെ ഭവനം നിലനിൽക്കും, ജീവിത ഭവനം നിലനിൽക്കും. അവൻ വീഴുവാൻ തക്കവണ്ണം തല്ലിയാലും അവൻ കാക്കുന്ന ഒരു കരമുണ്ട്. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് അതുകൊണ്ട് ഭാരപ്പെടേണ്ട. അതെ, ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ 1-ാം അധ്യായത്തിൽ, നിനക്ക് അധികം പ്രയാസമുള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക, ഞാനത് പരിഹരിക്കും, നികത്തി തരും, ഞാനത് തീർത്തു തരുമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വിഷമിക്കേണ്ട. കുനിയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ എന്നും കുനിഞ്ഞുകൊണ്ടിരിക്കാൻ അനുവദിക്കുകയില്ല. എന്നും കൂനി ആലയത്തിൽ കടന്നുപോയ ആ സ്ത്രീയോട് ചോദിച്ചാൽ നിന്റെ കൂന് മാറുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് അവൾക്ക് തീർച്ചയായിട്ടും പറയുവാൻ കഴിയും. ഓ, റോഡ് മുഴുവനും നോക്കി പോകുമ്പോൾ ആ റോഡിൽ എത്ര കുഴികളുണ്ടെന്നും എത്ര കല്ലുകളുണ്ടെന്നും അവൾക്ക് കാണാപ്പാടമാ. എന്നാൽ ഒരു ദിവസം ആമേൻ ഹല്ലേലൂയ അവളുടെ കൂന് മാറ്റിയ ഒരു യേശു ഹല്ലേലൂയ അവിടെ മേൽ പകർന്ന ഹല്ലേലൂയ ആ ബാധ എന്റെ ദൈവം ശാസിച്ച് ആമേൻ ബാധ അകറ്റി അവളെ നിവരുമാറാക്കിയെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ചില ജീവിതങ്ങളുടെ മേൽ ഹല്ലേലൂയ ചില വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ചില ബാധകള് അടിഞ്ഞു മാറുകയാ. അത് ക്ഷണത്തിലാ. നിന്റെ തലമുറയോ നിന്റെ ഭാവിയോ എന്തുമാകട്ടെ, ചില കുനിയേണ്ട അവസ്ഥകളെ എന്റെ ദൈവം എടുത്തു മാറ്റുകയാ. ഏറ്റെടുത്താട്ടെ. ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുകയാ. ഓ, നിന്റെ നില മാറാൻ പോകുകയാ. നീ വിശ്വാസത്തിന് വേണ്ടി ശക്തമായി നിന്നു. നീ ഹല്ലേലൂയ പതറിപ്പോകണ്ട. യെസ്, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുൻപൊരു കാര്യം പറഞ്ഞു. എപ്പോഴും നമ്മളെ കുടുക്കി ആമേൻ വീഴാൻ പിശാച് കൂടുണ്ട്, തിരിച്ചറിയണം. ശിംശോനെ കുടുക്കിയ കുടുക്ക് ഭയങ്കരമല്ലേ, നമുക്കറിയാം. ഹല്ലേലൂയ. വായിക്കണ്ട, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലുണ്ടല്ലോ. എന്താണ് വായിക്കുന്നത്? അവൻ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. ഇതാണ് നമ്മുടെ ധൈര്യം, ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ പ്രത്യാശ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.